ഓണം എക്സാമിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന കംപ്ലീറ്റ് ഗ്രാമർ ടോപ്പിക്സും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു 30-35 മിനിറ്റ് എടുക്കുള്ളൂ. കംപ്ലീറ്റ് ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 8 മുതൽ 12 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പരദൂഷണം പറയുന്നതിന്റെ ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു കാര്യം കേട്ടു, ഞാൻ എവിടെന്നോ കേട്ട കാര്യമാണ്, ആ കേട്ട കാര്യം ഞാൻ വേറൊരാളോട് പോയി പറയുന്നു, അതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് കേട്ട കാര്യത്തിനാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഞാൻ ആ കേട്ട കാര്യം പോയി വേറൊരാളോട് പറയുന്നതാണ്. സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കേട്ട കാര്യം ഇങ്ങനെയായിരുന്നു, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടുനൈറ്റ് എന്നുള്ളതായിരുന്നു ഞാൻ കേട്ട കാര്യം. ഞാൻ അതിന്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞപ്പോൾ എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയാം. ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായി. ഇവിടെ യു എന്ന് പറയുന്നത് എന്തായി? ഷീ എന്നുള്ളതായി. ഇവിടെ എവിടുന്നോ ഒരു ആസ്ഡ് കയറി വന്നു, എവിടുന്നോ ഒരു ഇഫ് കയറി വന്നു. ഇവിടെ ആർ എന്ന് പറയുന്നത് വാസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഈ ദാറ്റ് ടുനൈറ്റ് എന്ന് പറയുന്നത് എന്തായി? ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് വേർഡ്സിനാണ്. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്? വേർഡ്സിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് മാറ്റം വരുന്ന ഒരു സാധനം സെന്റൻസിന്റെ സ്ട്രക്ചറിനാണ് മാറ്റം വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാനൊരു ലോങ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താ അറിയോ, ഇതിന്റെ നോട്ട് കിട്ടാനുള്ള കമ്മ്യൂണിറ്റി, ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട വീഡിയോയോടുകൂടെ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു 8 മുതൽ 12 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ്, അതായത് മാറ്റങ്ങൾ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ എടുത്തോ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെർബിന്റെ ഫസ്റ്റ് ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും വെർബിന്റെ സെക്കൻഡ് ഫോമിലേക്കായിട്ട് മാറും. വേറൊന്ന്, ഓൾറെഡി V2 എന്നുണ്ടെങ്കിലേ അത് ഹാഡ് പ്ലസ് V3 മാറും. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു റൂളായിട്ട് പഠിച്ചാൽ മതി. ഇനി ലേറ്റർ ഓൺ നമുക്ക് എക്സാമ്പിളോട് കൂടെ തന്നെ നമുക്കത് നോക്കാം. ഇനി ഒന്നാമതായിട്ട് ഇതിലെ ടൈപ്പുകൾ 3 എണ്ണമാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ക്വസ്റ്റ്യൻസിൽ WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ഈ WH ക്വസ്റ്റ്യൻസ്, എന്താണ് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? WH ക്വസ്റ്റ്യൻസ് വെച്ച് ഇത്രയേ ഉള്ളൂ. അതായത് W വെച്ചിട്ട് തുടങ്ങുന്ന വേർ, വൈ, വെൻ, ഹൂ എന്നൊക്കെ പറയുന്ന W വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ H വെച്ചിട്ടുള്ള ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ് എന്നൊക്കെ പറയുന്ന H വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിനാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അതല്ല, അത് ആ ചോദ്യങ്ങൾ അത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇനി നമുക്ക് ആദ്യം ഒരു WH ക്വസ്റ്റ്യനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം സ്പീക്കറിനെ കൊടുക്കുക, പിന്നെ റിപ്പോർട്ടിംഗ് വേർബ് ഒരു ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് ഓൾവേസ് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. WH ക്വസ്റ്റ്യനിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലും. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ വാട്ട് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ദെൻ ബാക്കിയുള്ള സെന്റൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു റൂള്, അതായത് വേർഡ്സിനൊക്കെ ചില മാറ്റങ്ങൾ വരും, വാക്കുകൾക്ക് മാറ്റം വരും. വേറൊന്ന് സ്ട്രക്ചറിൽ ഒരു മാറ്റം വരും എന്ന് പറയില്ലേ, സ്ട്രക്ചറിലുള്ള ഒരു മാറ്റം പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ ആദ്യം കൊടുക്കേണ്ടത് സബ്ജക്റ്റിനാണ്. ഇതിലുള്ള സബ്ജക്റ്റിന് ആദ്യം അങ്ങോട്ട് തപ്പിയെടുക്കുക, അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത് മായാണ്. റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ കണ്ടു, ആസ്ക്ഡ് എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഇനി കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസ് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ്. ഇതിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് യോർ എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്താവും അറിയോ, ഹിസ് ഓർ ഹെർ എന്നുള്ളതാണ്. തൽക്കാലം നമ്മൾ ഹിസ് കൊടുക്കുന്നു. മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ്, അവിടെ മാറ്റമൊന്നുമില്ല, ഫേവറേറ്റ് ഫുഡ്. ഇനി ബാക്കി വരുന്നത് ഒരു ഈസ് ആണ്. ഈ ഈസ് എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്താവും അറിയാം, വാസ് എന്നുള്ളതായിട്ട് മാറും. സോ മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്നുള്ളതായിട്ട് മാറും. ഇതാണ് WH ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ട രീതി. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇവിടെ മാറ്റം വരുന്നതെന്ന് അറിയാം. ഒന്നാമത് നമ്മൾ സ്പീക്കറിനെയാണ് ആദ്യം എടുത്ത് എഴുതുന്നത്. റിപ്പോർട്ടിംഗ് വേർബ് ഓൾവേസ് ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിംഗ് വേർബ്. ലിങ്കിങ് വേർഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉള്ളത്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, ഇവിടെ എന്താണ് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ യൂസ് ഇഫ് ഓർ വെദർ, ഇവിടെ ലിങ്കിങ് വേർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി 2 യൂസ് ചെയ്താലും ശരിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ബാക്കി വരുന്ന ഭാഗത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച അതേ കാര്യം തന്നെയാണ്, സബ്ജക്റ്റിനെ ആദ്യം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, മായ അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ, നീ നാളെ വരുന്നതിൽ ഉറപ്പാണോ നിനക്ക് എന്നുള്ളത് ചോദിക്കാം. ഇവിടുത്തെ സ്പീക്കർ ആരാ?
മായയാണ് ഇവിടുത്തെ സ്പീക്കർ. റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്നുള്ളത് തന്നെയായിരിക്കും. ഇനി ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ഇഫോ വെദറോ യൂസ് ചെയ്യാം. സോ മായ ആസ്ക്ഡ് ഇഫ് എന്നുള്ളതായിട്ട് മാറും. ഇത്രയും ഭാഗമാണല്ലോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം എന്തിനെ തപ്പിയെടുക്കണം? സബ്ജക്റ്റിനെ തപ്പിയെടുക്കണം. ദാ യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഈ യു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ലിസ്റ്റ് പ്രകാരം എന്താവുന്ന അറിയോ? ഹി എന്നുള്ളതായിട്ട് മാറും. സോ മായ ആസ്ക്ഡ് ഇഫ് ഹി, ആർ എന്ന് പറയുന്നത് വാസ് ആയിട്ട് മാറും. വാസ്, ഷോർ, ഷോർ അബൌട്ട്, കമ്മിങ്, ഷോർ അബൌട്ട് കമ്മിങ്. ടുമോറോ എന്നുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച ലിസ്റ്റ് പ്രകാരം എന്താവുന്ന അറിയോ? ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഓൾ ടുഗദർ അതെങ്ങനെ ഉണ്ടാവും? മായ ആസ്ക്ഡ് ഇഫ് ഹി വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നതല്ലേ ഒരു റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ചോദ്യമൊന്നുമല്ല, ഇത് ആ ചോദ്യത്തിനുള്ള റിപ്ലൈ ആണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറയാം യു ആർ എ ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? സിമ്പിളാ. ആദ്യം സ്പീക്കറിനെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇനി അതല്ല അതൊരു റിപ്ലൈ ആണെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് റിപ്ലൈഡ് എന്നുള്ളതായിരിക്കും. ഇനി ഇവിടെ കൊടുക്കുന്ന ലിങ്കിങ് വേർഡ് ആണ് ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി വരുന്ന സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്ജക്റ്റിനെ ആദ്യം കൊടുക്കുക. ഇതാണ് ഇതിലുള്ള ഗോൾഡൻ റൂൾ. സോ ഫോർ എക്സാമ്പിൾ യങ് സീകൾ പറയാണ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? യങ് സീകളാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്കൊരു സെഡ് എന്ന് പറയാം, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട്. ഇനി യങ് സീകൾ സെഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലിങ്കിങ് വേർഡായിട്ട്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്നാണ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഡോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതിനെ V2 മാറ്റണം. വെർബിനെ 2 മാറ്റണം. സോ ഹി ഡിഡന്റ് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിട്ട് മാറും. ഐ ഹി ആവും, ക്യാൻ കുഡ് ആവും, ഫ്ലൈയിൽ ഒരു മാറ്റം വരില്ല. യങ് സീഗൾ സെഡ് ദാറ്റ് ഹി ഡിഡന്റ് തിങ്ക് ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ തേർഡ് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഓൾറെഡി നമ്മൾ തേർഡ് ടൈപ്പ് കണ്ടു. ഇതൊരു അഡീഷണൽ ആണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ ഇംപെറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലീസ് ക്ലോസ് ദ ഡോർ. ആ ഡോർ ഒന്ന് അടച്ചാലും എന്ന് നമ്മൾ പറയുന്ന സമയത്തില്ലേ അവിടെ നമുക്ക് റിപ്പോർട്ടിംഗ് വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റിക്വസ്റ്റഡ് എന്നാണ്. പ്ലീസ് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് റിക്വസ്റ്റ് ആണ്. ഇൻ അതർ കേസസ് ഇനിയിപ്പോൾ അതൊരു സജഷൻ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഓർ വി കുഡ് യൂസ് സജസ്റ്റഡ്, കമാൻഡഡ്, ഓർഡേർഡ്, അഡ്വൈസ് എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ, എന്നാലും പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ താര പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറയുന്ന സമയത്ത് വി കുഡ് യൂസ് താര റിക്വസ്റ്റഡ് ആസ് ദ റിപ്പോർട്ടിംഗ് വേർബ് ആൻഡ് ടു ആസ് ദ ലിങ്കിങ് വേർഡ്. പ്ലീസ് ക്ലോസ് ദ ഡോർ വളരെ അപൂർവമായിട്ടേ ചോദിക്കുള്ളൂ. ഈ 2 മാറ്റുകളേ ഉള്ളൂ. റിപ്പോർട്ടിംഗ് വേർബായിട്ട് അതിനനുസരിച്ച് എന്താണോ അത് റിക്വസ്റ്റ് ആണോ സജഷൻ ആണോ നോക്കിയിട്ട് അവിടെ റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കുക. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ടു കൊടുക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഗ്രാമർ ടോപ്പിക് ആണ് കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. കൊഹീസീവ് ഡിവൈസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വലിയ സെന്റൻസിന്റെ 2 ഭാഗങ്ങൾ വിചാരിക്കുക. ആ 2 ഭാഗങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആണ് ഈ കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. 7 ടൈപ്പേ ഉള്ളൂ. 7 ടൈപ്പിന്റെയും ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കാരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സെന്റൻസിന്റെ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. ഫോർ എക്സാമ്പിൾ ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. ഈ ഹി വാസ് വെരി സ്ട്രോങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത് പാർട്ട് എ ആണെന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ സെന്റൻസിന്റെ ഒരു ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇനി ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് വെരി വെൽ എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസിന്റെ 2ാമത്തെ പാർട്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് അയാൾ എല്ലായ്പ്പോഴും അയാളുടെ ആരോഗ്യത്തിന് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാറുണ്ട് എന്നുള്ളതിന്റെ ഒരു ബി പാർട്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിന് 2 പാർട്ട് ഉണ്ട്. സോ ഈ ഒരു സിൻസ് എന്ന് പറഞ്ഞുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സിൻസ് എന്നുള്ള വേർഡാണ് ആ 2 ഭാഗത്തിനെയും കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ടുഗദർ അതെങ്ങനെ ഉണ്ടാവും? അയാൾ നല്ല സ്ട്രോങ് ആണ്, കാരണം അയാളുടെ ആരോഗ്യം നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. സോ കാരണം പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്തതാണ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു സിൻസ് ആസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്, ഒരു കാര്യം നടന്നു, ആ കാര്യത്തിന്റെ റിസൾട്ട് ആയിട്ട് മറ്റൊരു കാര്യം കൂടെ നടന്നു, അതിന് നമുക്ക് യൂസ് ചെയ്യാം സോ ആസ് ദ റിസൾട്ട് ദെർഫോർ എന്നൊക്കെ പറയുന്നത്. ഇനി ഒരു പർപ്പസ്, എന്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ നമുക്കില്ലേ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു സോ ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി കോൺട്രാസ്റ്റ്, ഒരു വ്യത്യാസം കാണിക്കാൻ ഈവൻ തോ ബട്ട്
however, yet, although, still, nevertheless എന്നൊക്കെ പറഞ്ഞുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. എന്നിരുന്നാലും എന്നാണ് ഇതിന്റെ അർത്ഥം. nevertheless എന്നൊക്കെ പറഞ്ഞാൽ although എന്നിരുന്നാലും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു കാര്യം പറഞ്ഞു അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിപരീതമായ ഒരു കാര്യം പറയാനാണ് നമ്മൾ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓൺ ദ കോൺട്രറി, ഈവൻ സോ എന്നുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ് ബട്ട് ഓൺ ദ കോൺട്രറി ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അവൾ വിചാരിച്ചത് പടം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, പക്ഷേ ഓൺ ദ കോൺട്രറി, അതിന് വിരുദ്ധമായിട്ട് എന്ന് പറയാനാണ് ബട്ട് ഓൺ ദ കോൺട്രറി നമ്മൾ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇൻ കോൺട്രറി എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ കോൺട്രറി എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ് എന്നാണ് അവിടെ പറയുന്നത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അത് വിപരീതമായ ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു, ആ കാര്യത്തിനോട് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാൻ നമുക്ക് ആഡിങ് ടൈപ്സ് ഓഫ് കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ ടു, ഓൾസോ, ടു, ഫർദർമോർ എന്ന് തുടങ്ങിയ കൊഹീസീവ് ഡിവൈസുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേറൊരു കാര്യം പറയാൻ വി കുഡ് യൂസ് സിമിലർലി, ലൈക്ക്, ലൈക്ക്വൈസ്, whereas എന്നൊക്കെ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Fill in the blanks with most appropriate cohesive device from the ones given in the brackets. Okay. ഇവിടെ നമുക്ക് എ പാർട്ടിൽ തന്നിരിക്കുന്ന ചോദ്യം, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. അതായത് എ എന്ന് പറഞ്ഞ ഭാഗത്തില്ലേ എന്താണ് നമ്മൾ കാണുന്നത്, ഒരു കാര്യം, അതായത് അവൻ എക്സാമിനേഷന് ചെല്ലാൻ വേണ്ടി പറ്റിയില്ല, അവൻ അതിന്റെ സമയത്ത് ഭയങ്കര ഇല്ലായിരുന്നു, അസുഖമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ എ പാർട്ട് എന്താ, ഒരു കാര്യം നടന്നു. ഇനി അതിന്റെ റിസൾട്ട് ആയിട്ട് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻ സ്കൂൾ. അപ്പൊ റിസൾട്ട് എന്ന് കാണിക്കാൻ നമ്മൾ ഏതായിരുന്നു നേരത്തെ കണ്ടത്, റിസൾട്ട് കാണിക്കാൻ, ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് കാണിക്കാൻ. സോ ആസ് എ റിസൾട്ട് therefore ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ വി കുഡ് യൂസ് എന്ത് യൂസ് ചെയ്യാം, therefore എന്നുള്ളത് നമുക്കിവിടെ യൂസ് ചെയ്യാം. therefore എന്നുള്ളത് യൂസ് ചെയ്യാം. ആൻഡ് ദ ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ് എന്ന് പറയുന്നു. അതായത് നമ്മൾ ഒരു കാര്യം പറയുന്നു, ഇനി ആ കാര്യത്തിനോട് നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്തുകൊണ്ട് പറയണം. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ചീപ്പർ ആണ്, റിലയബിൾ ആണെന്ന് പറയുന്നു. അതിനോട് ആഡ് ചെയ്യേണ്ടത് ദേ ലാസ്റ്റ് ലോങ്ങർ എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ആണ്. നമ്മൾ ഇപ്പൊ കണ്ട സാധനടാ, ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം അതിനോട് ആഡ് ചെയ്ത് പറയാൻ. വി കുഡ് യൂസ് മോർ ഓവർ, ഇൻ അഡീഷൻ ടു, ഓൾസോ, ടു, ഫർദർമോർ എന്ന് പറയുന്ന കൊഹീസീവ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യും. ഇവിടെ ഏതാ ഉള്ളത്, ഇവിടെ ഫർദർമോർ ആണുള്ളത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ്. ഫർദർമോർ, അതിലുപരിയായിട്ട് ദേ ലാസ്റ്റ് ലോങ്ങർ, അത് കൂടുതൽ കാലം നിലനിൽക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂന്നാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്നത് എഡിറ്റിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എഡിറ്റിംഗിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഐ യു ദേ വി എന്ന് നമ്മൾ പറയും. ഈ അയ്യു ദേവിയോ പ്ലൂരലായ സബ്ജക്റ്റുകളോ വന്നാലില്ലേ, നമ്മൾ വെർബിന്റെ കൂടെ V1 എന്ന് മാത്രം കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരാൾ നടന്നു എന്ന് പറയാൻ നമുക്ക് വാക്ക് എന്ന് മാത്രം മതി. പക്ഷെ നമ്മൾ ഈ സിംഗുലർ ആയ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഹി, ഷീ, ഇറ്റ്, ദാറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ മാത്രം കൊടുത്താൽ പോരെ, അവിടെ ഒരു എസ് കൂടെ ആഡ് ചെയ്തണം. എന്ന് വെച്ചാൽ വാക്ക് എന്ന് പറഞ്ഞാൽ പോരാ, വാക്സ് എന്ന് പറയണം. ഫോർ എക്സാമ്പിൾ, ഐ വാക്ക് എന്നാ പറയാം, പക്ഷെ ഹി വാക്സ് എന്നാ പറയാം, അവിടെ ഒരു എസ് ആഡ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ ഇല്ലേ, ഇവിടെ ഹി ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൂടാ, ഹി ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറയാം. ഇനി ഹീക്ക് പകരം ഇവിടെ ഐ ആയിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് നമുക്ക് പറയാം. ദി യൂണിവേഴ്സിറ്റി ഓഫർ എന്ന് പറഞ്ഞോണ്ട്, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഗുലറാ, അപ്പൊ ഇവിടെ എന്ത് വരണം, ഓഫേഴ്സ് എന്ന് വരണം. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാം, നമ്മൾ പ്ലൂരലായ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അതുപോലെ ഹാസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ സിംഗുലർ ആയ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അപ്പൊ സാറ് ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഊബർ ഡ്രൈവർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പൊ ഇവിടെ ഹാവ് വേണോ, അപ്പൊ ഇവിടെ ഹാസ് മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഡു നമ്മൾ പ്ലൂരലിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഡു യു ഹാവ് എ പെൻ, കണ്ടോ, യുവിന്റെ കൂടെയാണ് വന്നത്. പിന്നെ ഇനി ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്, ഇറ്റിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്തത്. കണ്ടോ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഡിഡ് എവിടെയാണ് യൂസ് ചെയ്യുക സാറേ, ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വില്ലും വുഡും നമ്മൾ ഫ്യൂച്ചറിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വില്ലും വുഡും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വിൽ യു മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കോ, അവിടെ മാരി എന്ന് പറയുന്നത് എന്താ, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പിടിക്കാം.
ഓക്കെ, പത്തൊമ്പതാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ മൈ അഡ്രസ് hundreds of hands was raised to asking questions. Due to the limited availability in time, I selected 12 students on random to ask questions. അതാ ഒന്നാമതായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്താ? നൂറുകണക്കിനില്ലേ, അത് പ്ലൂരൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാസ് ആവശ്യമാണോ? വേറല്ലേ ആവശ്യമായിട്ടുള്ളത്? ഇനി ടു കഴിഞ്ഞിട്ട് ഇവിടെ ING ഫോം കൊടുത്തിരിക്കുന്നു. എന്ത് മോശപ്പെട്ട കാര്യം. ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും വെർബിന്റെ കൂടെ ING യൂസ് ചെയ്യരുത്. വെർബിന് അതിന്റെ ഫസ്റ്റ് ഫോമിൽ മാത്രം വെച്ചാൽ മതി. സോ were raised to ask question എന്നുള്ളത് മാത്രമേ വരുള്ളൂ. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഇൻ ടൈം അല്ല, സമയത്തിൽ അവൈലബിലിറ്റി അല്ല, സമയത്തിന്റെ അവൈലബിലിറ്റി ആണ്. സോ ഇന്നിന് പകരം ഓഫ് വരും. ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് ഓൺ റാൻഡം അല്ല, അറ്റ് റാൻഡം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ളതായിട്ട് മാറും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രപ്പോസിഷൻ ഈ ഇൻ എവിടെയാ, ഓൺ എവിടെയാ, അറ്റ് എവിടെയാ, ഫോർ എവിടെയാ, വിത്ത് എവിടെയാ, ടു എവിടെയാ, ഫ്രം എവിടെയാ, ബൈ എവിടെയാ യൂസ് ചെയ്യുന്നതിന്റെ ലിസ്റ്റും എക്സാമ്പിളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. ദെൻ നമ്മൾ തെറ്റിക്കുന്ന വേറൊരു സാധനമാണ് ടെൻസസ് കേട്ടോ. സോ പാസ്റ്റ് ടെൻസിലാണോ പ്രസന്റ് ടെൻസിലാണോ സെന്റൻസ് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ അല്ലേ, ഇവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ലാസ്റ്റ് മന്ത് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞ കാര്യമാകുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് അല്ലേ. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആരെയും കൊടുക്കും. അത് V2 പോണ്ടേ, V2 പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ബോട്ട് എന്നുള്ളതായിട്ട് മാറും. അപ്പൊ ടെൻസസ് ഏതിലാണ് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഗ്രാമർ ടോപ്പിക് ആണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇഫ് ക്ലോസിന് മുന്നേ നമുക്ക് ഒറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The young seagull was not confident to flying. It is his mother who helped him at least. After making his first flight, he realized his strength എന്ന് പറയുന്നു. സോ ഇവിടെ യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ടു വന്നതിന് ശേഷം ING ഫോം ഒരിക്കലും കൊടുക്കരുത്. സോ ഇവിടെ എന്ത് വരണം? ടു ഫ്ലൈ എന്ന് മാത്രം വന്നാൽ മതി. ഇറ്റ് ഈസ് ഇസ് മദർ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു, ഞാൻ പറഞ്ഞല്ലോ ടെൻസ് ഏതാണെന്നുള്ളത് നോക്കണം. വാസ് എന്ന് കൊടുക്കുമ്പോൾ അത് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ് പോകേണ്ടത്. ആ പാസ്റ്റ് ടെൻസ് തന്നെ അടുത്ത സെന്റൻസിലും വരണം. സോ ഇറ്റ് ഈസ് എന്നുള്ളത് ഇവിടെ വരരുത്. ഇവിടെ എന്ത് വരണം? ഇവിടെ ഇറ്റ് വാസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ്ലീസ്റ്റ്. അങ്ങനെ ഒരു വേർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യോ? അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ കുറഞ്ഞതെങ്കിലും എന്നല്ലേ, കുറഞ്ഞതെങ്കിലും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന അർത്ഥം അറ്റ് ലാസ്റ്റ്, അവസാനമായിട്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ അറ്റ് ലാസ്റ്റ് എന്നാണ് വരുന്നത്. ആഫ്റ്റർ മേക്ക് എന്നല്ല, ആഫ്റ്റർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം. മൂവിങ് ഓൺ. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ വെച്ച് പറയുന്ന, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ കിട്ടും, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് അങ്ങനെ കിട്ടിയില്ല, നിനക്ക് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് രാത്രി നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഗ്രാമറിന്റെ 12 മാർക്ക് കിട്ടും. അവിടെ ഒരു കണ്ടീഷൻ ഇല്ലേ, നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് പറയുന്നതാണ് കണ്ടീഷൻ. സോ ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസ് ആയിട്ടുള്ള ഇഫ് ക്ലോസിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇഫ് ക്ലോസിന്റെ ഒരു പാർട്ടും 2 മെയിൻ ക്ലോസിന്റെ ഒരു പാർട്ടും. സോ ഈ ഒരു സെന്റൻസ് നോക്കിയാൽ ഈ ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കോമ കാണുന്ന ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി കോമ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ ഇഫ് ക്ലോസിൽ കിട്ടിയിട്ടുള്ള വെർബ് ഫസ്റ്റ് ഫോമിലാണ് അല്ലെങ്കിൽ V1 നമുക്ക് മെയിൻ ക്ലോസിൽ കൊടുക്കാൻ പറ്റുന്ന ഓക്സിലറി വെർബാണ് വിൽ, ക്യാൻ, ഷോൾ, മേ. അതിന്റെ കൂടെ വരേണ്ട വെർബ് ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1 ഫോർ എക്സാമ്പിൾ ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും. അതൊരു പോസിബിലിറ്റിയാണ്, നീ ഒന്ന് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇവിടെ ആസ്ക് എന്ന് പറയുന്നത് എന്താ? വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വിൽ, ക്യാൻ, ഷോൾ, മേ ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഏറ്റവും നല്ലത് വില്ലോ, ക്യാനോ, അത് എല്ലായിടത്തും യൂസ് ചെയ്യാം. അതുകൊണ്ട് വില്ലോ, ക്യാനോ എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. യു ക്യാൻ ഗെറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഇഫ് ക്ലോസിൽ V2 ആണ്, വെർബിന്റെ സെക്കൻഡ് ഫോമാണ്. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നു. ഇനി ഇവിടെ ആസ്ക്ഡ് എന്ന് പറയുന്നത് എന്താ? വെർബിന്റെ സെക്കൻഡ് ഫോമാണ്. അതുകൊണ്ട് നമുക്ക് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിലറി വെർബ്സ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്. അതിൽ വുഡും കുഡും പഠിച്ചു വെക്കാം. കണ്ടോ, ഇവിടെ യു കുഡ് ഗെറ്റ് ഇറ്റ്, നിനക്കത് കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്ത വെർബ് എന്താ? മെയിൻ ക്ലോസിൽ അത് വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. തേർഡ് ടൈപ്പ് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയത് ഹാഡ് പ്ലസ് V3 ആണെന്ന് വിചാരിക്കുക. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ എ കോഫി, നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇവിടെ യൂസ് ചെയ്യേണ്ടത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ്. അതിന്റെ കൂടെ വരേണ്ടത് വെർബിന്റെ V3 ആണ്.
ഓക്കെ, സോ ഇൻ സമ്മറി പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. V1 വിൽ, ക്യാൻ, ഷോൾ, മേ, അതിന്റെ കൂടെ വെർബ് 1 മെയിൻ ക്ലോസിൽ. ഇനി നമുക്ക് ഇഫ് ക്ലോസിൽ കിട്ടിയത് V2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ മെയിൻ ക്ലോസിൽ കൊടുക്കേണ്ടത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, അതിന്റെ കൂടെയും നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. ഇനി ഹാഡ് പ്ലസ് V3 കിട്ടിയാലോ, ഹാഡ് പ്ലസ് V3 കിട്ടിയാൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് യുണൈറ്റഡ് നേഷൻസ് ഡാഷ് ദ വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് ബിഫോർ ഹാൻഡ്, സോ മെനി ചിൽഡ്രൻ ആൻഡ് ദി ഓൾഡ് വുഡ് നോട്ട് ഹാവ് സഫേർഡ് ഫ്രം ഹങ്കർ ആൻഡ് കോൾഡ്. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം, ടു മെനി ലൈവ്സ് ഡാഷ് ലൂസ് എന്നാണ് ഇവിടെ പറയുന്നത്. ആകെ നിങ്ങൾ ഈ ഒരു സെന്റൻസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെന്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്, ഇഫ് ക്ലോസിന്റെ ഭാഗമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു കോമ നിങ്ങൾ കാണുന്നില്ലേ, കോമയ്ക്ക് ശേഷം വുഡ് ഹാവ് എന്നാണ് വന്നത്. അതായത് നമ്മൾ ലിസ്റ്റ് പ്രകാരം ഇവിടെ വുഡ് ഹാവ് വരുന്നത് ഹാഡ് പ്ലസ് V3 ഇഫ് ക്ലോസിൽ വരുമ്പോഴാണ്. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും, ഹാഡ് സ്റ്റോപ്ഡ് എന്നുള്ളതായിട്ട് മാറും. സോ ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നാലല്ലേ ഇവിടെ വുഡ് ഹാവ് എന്ന് വരാൻ പറ്റുള്ളൂ. വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം, ഇവിടെ ഒരു കോമ കാണുന്നില്ലേ, ഇവിടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. അതെന്താ, അത് വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലേ, നമ്മുടെ ടൈപ്പ് നമ്പർ 1 ആണത്. അപ്പൊ നമുക്ക് ഇവിടെ വില്ലോ, ക്യാനോ ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, മെനി ലൈവ്സ് വിൽ ലൂസ് എന്ന് പറയാൻ മതി. ലൂസ് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഇഫ് ക്ലോസ് ആണോ മെയിൻ ക്ലോസ് ആണോ നമുക്ക് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണോ, സെക്കൻഡ് ഫോം ആണോ, തേർഡ് ഫോം ആണോ എന്നുള്ളത് നിങ്ങൾ പോയിട്ട് തപ്പുക. എന്നിട്ട് അതിനനുസരിച്ച് ഈ ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള 4 ഗ്രാമർ ടോപ്പിക്, പ്രധാനപ്പെട്ട 4 ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ കൊഹീസീവ് ഡിവൈസ്, എഡിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇഫ് ക്ലോസ്. ഈ ഒരു 4 ടോപ്പിക്കാണ് നമ്മളൊരു 8 മുതൽ 12 മാർക്കിന് നമ്മൾ പഠിച്ചു പോകേണ്ടത് കേട്ടോ. സോ ഇതിന്റെ നോട്ട് ഞാനില്ലേ ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതിൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ഇസ് സംതിങ് ദാറ്റ് മേക്സ് us പെർഫെക്റ്റ്. നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നതൊക്കെ പ്രാക്ടീസ് ആണ്. സോ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഓൾസോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമ്മൾ ഓണം എക്സാം കഴിഞ്ഞ പാടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പൊ ആകെ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 26 മുന്നേ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ പൈസ അടയ്ക്കോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ അതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പ്രൈസ് കൂടും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്രയും ഗ്രാമർ ടോപ്പിക്സിൽ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ബൈ, ഐ വിൽ സീ യു.